വാട്ട്സപ്പ് ഗൈസ്, ദിസ് ആർ ടുഡേ സ്പ്രെഡ് ഗായത്രി. വെറും ഗായത്രിയിലെ മാവേലി ഗായത്രി. ഇവളെങ്ങനെ വിളിക്കാൻ ഒരു കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഓളവിടെ റേറ്റ് കേട്ടോ, നമുക്ക് നേരെ ഒടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും ഷിബി ഡീനും മാത്രമേ ഉള്ളൂ. വേറെയുള്ളവർക്ക് ഓരോ കാരണം കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. സാറില്ല, അത് എൻഗേജ്മെൻ്റ് അല്ലേ, നമുക്കല്ല നമുക്ക് സെറ്റാക്കാം. അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കേണ്ടതെന്നില്ല മറ്റുള്ള കേട്ടോ. ആദ്യം ഐസിമോനെ നോക്കിയത്, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് സെറ്റായി പാട്ടും ഡാൻസും. ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, എനിക്ക് ഷീജ പഠിപ്പിച്ചു കൊടുത്താണ്. അങ്ങനെ നേരെ ഒടുത്തോളത്തിലെത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടോ. ഇവിടെ പിന്നെ ഞങ്ങൾ കുടിക്കുക മാത്രമല്ല, ആ ഗ്ലാസ് അടക്കം കടിച്ച് പറിക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ അതൊക്കെ പിടിച്ച് വലിച്ച് വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഓനെയും കൊണ്ട് കണ്ടതാ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ, സ്റ്റേജിൻ്റെ അവിടെ എത്തി. കുറച്ച് നേരം കൈക്കോട് ഓനെയും കൊണ്ട് അങ്ങനെ നടന്നു. പിന്നെ ഓളെ മാവേലി വിളിക്കുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഓള് അങ്ങനെ എന്താ കൂട്ടത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കാണുള്ളൂ. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ അങ്ങനെ തന്നെയാണ്. ആണ്ടിന് സംക്രാന്തിക്കും മാത്രമാണ് ഓളൊന്ന് കൂട്ടത്തിൽ കാണൽ. പിന്നെ ഓളിപ്പോൾ ഒരു സ്കൂൾ ടീച്ചറാണ്. അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചെക്കൻ വന്നു കേട്ടോ. അപ്പോൾ അതിന് അജിമോന് ഉറക്കം വന്ന് തുടങ്ങി. ഞങ്ങൾ കളിയും ചിരിയും ഒക്കെ ആയി ഞങ്ങളാകെ ക്ഷീണിച്ച് ഉറക്കം വന്ന് തുടങ്ങി ഞങ്ങൾ. അങ്ങനെ ബ്രൈഡ് സ്റ്റേജിമൊക്കെ വന്നു. സ്റ്റേജിൽ വന്ന് എന്തൊക്കെയോ വിളക്കൊക്കെ കത്തിച്ചു. ഓരുടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞുതരാൻ എനിക്കറിയില്ല, അതുകൊണ്ട് പറഞ്ഞ് ഞാൻ കൊളാക്കണില്ല. പിന്നെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. റിങ് എക്സ്ചേഞ്ച് ആയിരുന്നു. അപ്പം ഇനി ഞങ്ങളുടെ ഗായത്രി അങ്ങനെ അജയേട്ടന് സ്വന്തം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഫുഡ് മുഖ്യമാണല്ലോ. അങ്ങനെ പനി പിടിച്ച് ചത്ത് കിടന്നതിൻ്റെ ടേസ്റ്റ് ബഡ്സൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഉണർന്നു. ഞാൻ നല്ലപോലെ അങ്ങോട്ട് സദ്യ കഴിച്ചു. സദ്യ മാത്രമല്ല, പായസം ഉണ്ടായിരുന്നു. ഇങ്ങനെ 3 ഗ്ലാസ് പായസം കൂടെയാണ് കുടിച്ച് സെറ്റായി. അങ്ങനെ 4 ദിവസം പോയതറിഞ്ഞില്ല. ഞാനിന്ന് തിരിച്ചു പോകുകയാണ്. നല്ല മടി പിടിച്ചിട്ടാണ് തിരിച്ചു പോണത്. പിന്നെ തിരിച്ചു പോയല്ലേ പറ്റൂ. ഇനിയും ഞാൻ അവിടെ നിന്ന് ഒരിനെ പുറത്താക്കും. അങ്ങനെ ഒരു ഉറങ്ങി നീച്ചതിൻ്റെ ക്ഷീണമാണ് ഈ മുഖത്ത് കാണുന്നത്.